വേണ്ട രീതിയിൽ മുഖ്യധാര ചർച്ചകളിൽ സ്ഥാനം പിടിക്കാത്തൊരു സംഭവമാണ് 2003 മുത്തങ്ങയിൽ സംഭവിച്ച പോലീസ് അതിക്രമം. പബ്ലിക് ഡൊമൈനിലുള്ള പല കാര്യങ്ങളും ഇതിന്റെ പോലീസ് ഭാഷ്യം മാത്രമാണ്. രേഖകളിൽ ഒരു ആദിവാസിക്കും ഒരു പോലീസുകാരനും മാത്രം ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഒന്നിലധികം ആദിവാസികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇഷ്ക് എന്ന സിനിമയ്ക്ക് ശേഷം അനുരാജ് മനോഹർ ഒരുക്കുന്ന നരിവേട്ട 2003 നടന്ന സ്റ്റേറ്റ് സ്പോൺസേർഡ് പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ ഒരു ഫിക്ഷണൽ റീക്രിയേഷനാണ്. കഥയിലെ പ്രധാന സംഭവത്തെ ഗംഭീരമായ പ്രൊഡക്ഷൻ ക്വാളിറ്റിയോടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ സിനിമ അന്ന് നടന്ന കാര്യത്തിന്റെ ഇന്റൻസിറ്റി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കാര്യങ്ങളുടെ ഗൗരവം അറിയാത്ത നാട്ടുകാരുടെ പ്രതിനിധിയായി പോലീസുകാരനായ നായകനെ മാറ്റാനുള്ള തിരക്കഥയുടെ ശ്രമം സിനിമയ്ക്ക് ഉദ്ദേശിച്ച ഒരു റോനസ് കൊടുക്കുന്നതിന് ഒരു തടസ്സമാകുന്നുണ്ട്. 2003 പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. നമ്മുടെ നായകനായ വർഗീസ് പീറ്റർ കുട്ടനാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. നല്ല ഒരു സർക്കാർ ജോലി എന്ന മോഹവുമായി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വർഗീസിന് ഒരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും കാമുകിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നതുകൊണ്ടും മനസ്സില്ലാ മനസ്സോടെ പോലീസ് കോൺസ്റ്റബിൾ ജോലി സ്വീകരിക്കേണ്ടി വരുന്നു. വയനാട്ടിലെ ഭൂസമരം നടക്കുന്ന സ്ഥലത്തേക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യപ്പെട്ടവരിൽ വർഗീസ് ഉൾപ്പെടുന്നതും അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഒരു മുഖ്യധാര കച്ചവട സിനിമയായിട്ട് തന്നെയാണ് നരിവേട്ട ഇറങ്ങുന്നത്. ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം അറിയാത്ത ഒരു ഭൂരിപക്ഷത്തെ ആ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇതിന്റെ രചയിതാവായിട്ടുള്ള അബിൻ ജോസഫ് ഇതിലെ നായകനെയും അത്തരത്തിലുള്ളൊരു കഥാപാത്രമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറൈസേഷൻ സിനിമയ്ക്ക് ഒരു തരത്തിലൊരു കല്ലുകടിയാവുകയാണ്. സ്വല്പം സെൽഫിഷായ അരാഷ്ട്രീയക്കാരനായ വ്യക്തിയായിട്ട് വർഗീസിനെ കാണിക്കാനാണ് തുടക്കത്തിൽ സിനിമ ശ്രമിക്കുന്നത്. എന്നാൽ അയാളിൽ ഒരു മാറ്റം ഉണ്ടായി എന്ന് കാണിക്കാൻ അയാളെ ഒരു പരിധിക്കപ്പുറം നിഷ്കളങ്കനാക്കുന്നത് പോലെ തോന്നി. സമരസ്ഥലത്ത് വെച്ച് ആദ്യമായി ഒരു ആദിവാസി യുവാവുമായിട്ട് വർഗീസ് പ്രശ്നമുണ്ടാക്കുന്നതും പിന്നീട് സമരമുഖത്തൊരു പ്രശ്നം നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ എന്ന് പറഞ്ഞ് വർഗീസ് കരയുന്നതും കാണുമ്പോൾ കഥാപാത്രത്തിന് ഇത്രയും ലോകവിവരം ഇല്ലേ എന്നൊരു തോന്നൽ നമ്മളിലുണ്ടാകും. ഈ സിനിമ പീക്ക് ചെയ്യുന്നത് പലർക്കും അറിയുന്ന ഇതിലെ കേന്ദ്ര സംഭവത്തെ, മുത്തങ്ങ ഇൻസിഡന്റിനെ കാണിക്കുന്ന സ്ഥലത്താണ്. കാക്കിയിട്ട് ഇതിന്റെ നടുവിൽ നിന്ന് സമരക്കാരെ പോലീസിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നായകൻ എന്ന ഐറോണിക്കലായിട്ടുള്ള സിറ്റുവേഷൻ അനുരാജ് മനോഹർ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന് നായകൻ മനസ്സിലാക്കുന്ന ഒരു പാരലൽ ട്രാക്കും സിനിമയ്ക്കുണ്ട്. അങ്ങേയറ്റം നൈവായ നായകനെ കണ്ട് ഒരു പരിധിവരെ നിരാശ തോന്നിയ എനിക്ക് പോലും വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ആക്ഷൻ ബ്ലോക്ക് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. മികച്ച രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള സീക്വൻസുകളും നായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളുടെ ദാരുണാവസ്ഥ കാണിക്കുന്ന ഒരു സിംഗിൾ ഷോട്ടും ആ മൊത്തം സീനിനെ ഗംഭീരമാക്കുന്നുണ്ട്. കഥയുടെ ഓരോരോ ഘട്ടത്തെയും അത് അർഹിക്കുന്ന ഇന്റൻസിറ്റിയോടെ പകർത്താൻ ഛായാഗ്രാഹകൻ വിജയ്ക്ക് സാധിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് ഭാഗങ്ങൾക്ക് റോ ഫീലിലും ഇൻട്രോഗേഷൻ സീനുകളിൽ ഷാഡോ കൂടിയിട്ടുള്ള രീതിയിലും സീനുകൾ സെറ്റ് ചെയ്ത് വിഷ്വൽ ഡ്രാമ കൂട്ടുന്നുണ്ട്. ജേക്സ് ബിജോയ് ഒരിക്കൽ കൂടി കഥയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പശ്ചാത്തല സംഗീതം ഇവിടെയും ഉപയോഗിക്കുന്നു. കാട്ടിലെ സീനുകളിലൊക്കെ രംഗനാഥ് രവിയുടെ സൗണ്ട് ഡിസൈനും വളരെ മികച്ചു നിന്നു. പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കഥ കേന്ദ്ര കഥാപാത്രത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളതിലുള്ള പ്രശ്നം കാരണം ടോവിനോയുടെ പെർഫോമൻസ് കാണുമ്പോഴും നമുക്കൊരു ഏച്ചുകെട്ടൽ തോന്നും. താൻ കണ്ട യാഥാർത്ഥ്യം വിളിച്ചു പറയണമെന്ന് ഉറപ്പിച്ച വർഗീസിന്റെ ഭാഗം ടോവിനോ നല്ല രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ അതിനു മുന്നേയുള്ള ഭാഗത്തെ പ്രകടനം കാണുമ്പോൾ 28 വയസ്സുകാരന്റെ ശരീരത്തിൽ 14 വയസ്സുകാരന്റെ ബാധ കയറിയതുപോലെയാണ് തോന്നുന്നത്. ഒരു ഘട്ടത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന ബഷീർ എന്ന കഥാപാത്രം ഇവിടെ കിടന്ന അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയരുത് എന്ന് പറയുമ്പോൾ ടോവിനോയുടെ പെർഫോമൻസ് കണ്ട് ആ ലൈന് പുള്ളി ഇംപ്രവൈസ് ചെയ്തതാണോ എന്ന് തോന്നിപ്പോകും. ആകെ മൊത്തത്തിലുള്ള സീനുകളുടെ ശതമാനക്കണക്കിൽ ഒരുപക്ഷെ കുറച്ച് കുറവാണെങ്കിലും ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്തിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂടാണ്. സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ വിഭാഗം മനുഷ്യരോടും എമ്പത്തിയുള്ള ഒരു മനുഷ്യനെയാണ് സുരാജ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തെ അർഹിക്കുന്ന ഗ്രേസോടുകൂടി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. തമിഴിലെ സംവിധായകനും നടനുമായ ചേരനാണ് പോലീസ് മേധാവിയായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം തന്നെ ഡബ് ചെയ്ത രീതിയും ഒക്കെ ആ കഥാപാത്രത്തെ വളരെ റിയലാക്കി മാറ്റുന്നുണ്ട്. CK ജാനുവിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രത്തെയാണ് ആര്യ സലീം ഇതിൽ അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ വിപ്ലവ വീര്യം നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. പ്രണവ് ടിയോഫൈൻ, പ്രിയംവദ കൃഷ്ണൻ എന്നിവരൊക്കെയാണ് ഇതിലെ മറ്റ് പ്രധാന താരങ്ങൾ. ക്യാരക്ടറൈസേഷൻ ലെവലിൽ ഞാൻ പറഞ്ഞ ചില എഴുത്തിലെ തകരാറുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിലും ഒരു അക്കാഡമിക് ലെവലിൽ ഏറെക്കുറെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് നരിവേട്ട. ഞാനിത് പറയാൻ കാരണം ഈ മഴയത്ത് തിയേറ്ററുകളിൽ ഇരുന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ വാഗ്ദാനം ചെയ്ത ഭൂമിയും വീടും ലഭിക്കാൻ ഒരു ജനസമൂഹം ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ചരിത്രത്തിൽ നടന്നാൽ നല്ലതായേനെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ആയിട്ട് വരുന്നത്. 2 ദശാബ്ദം മുമ്പ് കേരള മണ്ണിൽ സംഭവിച്ച ഒരു മനുഷ്യാവകാശ ലംഘനത്തെ സിനിമ പോലെ ഒരു പോപ്പുലർ മാധ്യമത്തിലൂടെ ജനശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു നല്ല ശ്രമമാണ് നരിവേട്ട. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്